ഡ്യൂട്ടിക്കിടയിൽ വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല എന്റെ പൊന്നു ശോശാമേ. അതെ, എളയപ്പന്റെ ചിഞ്ചുമോളുടെ ബർത്ത്ഡേ എന്ന് വിഷ് ചെയ്താ? നാളെ രാവിലെ പോരെ? പാതിരയ്ക്ക് വിഷ് ചെയ്താലേ ഒരു പഞ്ചുള്ളൂ. വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് ഇട്ടാ മതി. ആ ഓക്കെ. നമ്മുടെ ആധാർ എളയപ്പന്റെ കയ്യില, മറക്കണ്ട. ശരി ശരി, നീ ഒന്ന് വെക്കോ. എളയപ്പ, ചിഞ്ചുമോൾക്കേ എന്റെയും ശോശാമ്മയുടെയും വക ബർത്ത്ഡേ വിഷസ്. ഉമ്മ ചിഞ്ചുമോൾക്കാണേ. എളയപ്പൻ സമയമുള്ളപ്പോ കൊടുത്താൽ മതി. എന്തോ ഒരു അനക്കം കേട്ടതുപോലെ. മിണ്ടാതെ കിടന്നുറങ്ങടി. നമ്മുടെ സ്വർണ്ണൊക്കെ ബാങ്കിൽ ലോക്കറിൽ തിരിച്ചു കൊണ്ടുവച്ചാൽ മതിയായിരുന്നു. ലോക്കറിനേക്കാൾ സേഫായിട്ടാ അതിവിടെ ഇരിക്കുന്നത്. അതേതാ ലോക്കറിനേക്കാൾ സേഫായ സ്ഥലം? താഴെ അടുക്കളയുടെ അടുത്തുള്ള സ്റ്റോർ റൂമിൽ അരിയിട്ട് വെച്ച പാത്രമില്ലേ, അതിൻ്റെ ഉള്ളിൽ പൂഴ്ത്തി വെച്ചിരിക്കുക. ലോകത്തിലൊരാൾക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അമ്മയെ സമ്മതിച്ചു. എന്നാ കിടന്നുറങ്ങ. മോളെ ആണോ? അത് ശരി. ഞാനൊരു പാർട്ടിയായിട്ട് എയർപോർട്ട് പോയിക്കൊണ്ടിരിക്കുക. അവരെ ഡ്രോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് അങ്ങ് വരാം. മോള് ബോബി സാറിനെ കൂടെ ഒന്ന് വിളിച്ചു പറഞ്ഞു. ബോബി അങ്കിളിനെ വിളിച്ചോ? ആ അങ്കിളിപ്പോൾ എത്തും. ഓക്കെ ഓക്കെ. അയ്യേ, വെറുതെ എന്തിനാ മോളെ ആളുകളെയൊക്കെ വിളിച്ചെടുത്തണത്? പറ്റിപ്പോയി, മാപ്പ്. ഓ എൻ്റെ മനോ, തുറന്നു വിട്ടാൽ ആ സെക്കൻഡിൽ ഞാൻ സ്ഥലം വിട്ടോളാം. പിന്നെ ഈ ഏരിയ കാണൂല. ചേച്ചിക്ക് ക്ഷമിച്ചൂടെ? ചേച്ചി പറ്റും. ക്ഷമിക്കാം. എന്നാലും വിളിച്ചു പറഞ്ഞവരൊക്കെ ഒന്ന് വന്നോട്ടെ. എനിക്ക് ധൃതിയൊന്നുമില്ല, ഞാൻ അവിടെ വെയിറ്റ് ചെയ്തോളാം. ചേച്ചി ഇപ്പോഴും ഈ അമ്മിക്കലി തന്നെയാണ് അരപ്പ്. അല്ല, അത് നല്ലതാണ്. കാരണം ഇതിൽ അരച്ചാലേ കറിക്ക് നല്ല ടേസ്റ്റാണ്. അമ്മിക്കല്ലേ ഇപ്പം ആമസോണിൽ കിട്ടുന്നുണ്ട്, നല്ല ഓഫറുണ്ട്. ഞാൻ വൈഫിനൊരെണ്ണം ഓർഡർ ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്നത്. പക്ഷെ അവൾക്ക് മിക്സി മതിയെന്ന്. പിന്നെ കഴിഞ്ഞ ആഴ്ച ഒരെണ്ണം ഒപ്പിച്ച് കൊടുത്ത്. തനിക്ക് പിന്നെ കാശ് ചെലവില്ലാതെ തന്നെ കിട്ടുമല്ലോ. ഫാമിലി മാനായി പോയില്ലേ ചേച്ചി. എന്നാലും ചേച്ചി മോളോട് എന്നെ നൈസായിട്ട് പറ്റിച്ചു. ചേച്ചി സീനാക്കല്ലേട്ടാ, ഞാനൊരു പാവണേ. വക്കീലുണ്ട്. നീ പോലീസിനെ വിളിച്ചില്ലേ? ബോബിച്ചാൻ വന്നിട്ട് വിളിക്കാന്ന് വിചാരിച്ചു. പോലീസൊന്നും വേണ്ട സാറേ, ഇത് നമ്മൾ മാന്യന്മാരും പറഞ്ഞു ചേർക്കാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ശരിയാ, പോലീസ് വേണ്ട. സാനിറ്റൈസറിങ് എടുത്തേ. മാറിക്കാൻ മോളെ. ബോബി സാർ എത്തിയല്ലേ? ഇവനാണോ പാർട്ടി? മലയാളിയാ. എന്നിട്ടാണോ? നീ എവിടെ ഉള്ളാടാ? മൂലംകുഴിയിൽ. മൂലംകുഴിയിലെവിടെ? ചെമ്മീൻ ഫാക്ടറിയുടെ ബാക്കിൽ.
ചെമ്മീൻ ഫാക്ടറി ബാക്കി വീട്ടുപേര് പറയടാ. ചെമ്പരത്തി ചെമ്പരത്തി. ചെമ്പരത്തിങ്കൽ ചെമ്പരത്തിക്ക് അന്തോണി ചേട്ടൻ്റെ മോനാണ്. നിന്റെ പേരെന്തോ? സോളമൻ. പള്ളിയിലിട്ടാണ് ശലമോൻ എന്നാണ്. പേരൊക്കെ ഗംഭീരമാണ്. ലോറൻസിന് അറിയാമോ അവനെ? ഇവന്റെ തന്തയെ അറിയാം. ഹാർബർ ജോലിക്കുണ്ടായിരുന്ന ആ പാവത്തിന് ഇങ്ങനെ ഒരെണ്ണം വന്ന് പിറന്നെന്നുള്ളതാ. സോ പതറ്റിക്. സോഷ്യൽ സിറ്റുവേഷൻ ആണെങ്കിൽ സോഷ്യൽ സിറ്റുവേഷൻ. പോലീസിനെ സോഷ്യൽ സിറ്റുവേഷൻസ് ഏതായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. ഇവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. വെറുതെ റിസ്ക് എടുക്കണ്ട, തലയിലാവും. ലെറ്റ് മീ ട്രൈ. നടക്കടാ. നിങ്ങൾ എൻ്റെ ടൂൾ കിറ്റ് എടുത്തില്ല. ഏ ടൂൾ കിറ്റ് സാർ ആ ബാഗ് ഒന്ന് എടുത്തരും. ഗോൾഡ് പ്ലസ് ചേച്ചി. ചേച്ചി ബോൾട്ടാണ്. മോളും അടക്കടാ അങ്ങോട്ട്. എനിക്കൊരു കോംപ്ലിമെന്റ്. എൻ്റെ അടുത്ത് ബസ് സ്റ്റോപ്പിലോട്ട് അതിട്ടാ. നീ അങ്ങനെ പോകണ്ട. അവിടെ വീട്ടിൽ വന്ന് നിൽക്കാൻ പറഞ്ഞാൽ കേൾക്കില്ല. ഇതൊരു അഡ്വഞ്ചറസ് അമ്മയും മോളും. അമ്മച്ചിയോട് ഇതൊന്നും ഇപ്പൊ പറയണ്ട. പറഞ്ഞാൽ പിന്നെ ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കാൻ അമ്മച്ചി സമ്മതിക്കില്ല. ഞാൻ ഒരു ചായ എടുക്കട്ടെ? ഇപ്പോഴാ ചായ ഒന്നും വേണ്ട. അപ്പോൾ അടുത്ത ആഴ്ച എൻട്രൻസിന്റെ മോക്ക് ടെസ്റ്റാ. നീ പഠിക്കുന്നുണ്ടാവല്ലോ. പഠിച്ചോണ്ടിരിക്കുന്നു. സാധാരണ സ്കൂൾ ടെസ്റ്റ് പോലെ അല്ല കേട്ടോ നമ്മുടെ കോച്ചിങ് സെന്ററിലെ ടെസ്റ്റ്. സോ പ്രിസൈസ് ആൻഡ് ഡെഫിനറ്റ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. എന്നാ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ഇങ്ങ് തന്നൂടെ അങ്കിള്? എനിക്കൊന്ന് ഷൈൻ ചെയ്യാലോ. നീ പഠിക്കാതെ അങ്ങോട്ട് വാ. നിന്നെ നിർത്തി പൊരിക്കും ഞാൻ. മനസ്സിലായേ? ഞാൻ കേട്ടെന്നാ വാതിലൊക്കെ ശരിക്കും കുറ്റിയിട്ടോണേ. ഇനി പാതിരാക്ക് എന്നെ വിളിക്കരുത്. അപ്പോ എണ്ണിക്കപ്പോ ബെറ്റി ആൻറ്റി വന്നിട്ടുണ്ട്. വന്നോട്ടെ. നിനക്കൊരു ഗിഫ്റ്റും കൊണ്ടാ വന്നേക്കുന്നത്. എന്ത് ഗിഫ്റ്റ്? പോയി നോക്ക്. ഇനിയിപ്പോൾ അടുത്ത വെള്ളം വരുമ്പോഴേ ഞാൻ കുറച്ചോ. താങ്ക് യു ആൻറ്റി. ഇവന്റെ പേരെന്താ? എനിക്ക് ഇഷ്ടമുള്ള പേരിട്ടോ. കുക്കി. ആ നൈസ് നെയിം. ഞാനൊന്ന് ഇറങ്ങട്ടെ, ഒരു മീറ്റിംഗ് ഉണ്ട്. ചേച്ചി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? നേരമില്ലടി, ഭയങ്കര വർക്ക് ലോഡാ. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്താൽ മതി. വേണ്ട വേണ്ട, എനിക്ക് സമയമില്ല. വെറുതെ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുന്ന എന്നോട് എനിക്ക് അസൂയ. ഇതാണോ ഞാൻ പഠിപ്പിച്ചത്? അത് മാം സിറ്റുവേഷൻ അനുസരിച്ച് ഞങ്ങൾ ഒന്ന് മോഡിഫൈ ചെയ്തതാണ്. നിങ്ങൾക്ക് തോന്നിയ പോലെ മാറ്റാനല്ലല്ലോ ഞാൻ കഷ്ടപ്പെട്ട് കൊറിയോഗ്രാഫി ചെയ്തത്. ആരാ ഇത് ചേഞ്ച് ചെയ്തേ? ആരാണെന്ന്? അപർണ ഇങ്ങനെ ചെയ്ത് നോക്കാം, മാമിന് ഇഷ്ടമാവെന്ന് പറഞ്ഞത്. എന്നേക്കാൾ എക്സ്പീരിയൻസ് ഉണ്ടോ കുട്ടിക്ക്? യൂത്ത് ഫെസ്റ്റിവലിന് ഇതടക്കമുള്ള എല്ലാ ഐറ്റംസും ചെയ്യാൻ നിങ്ങളുടെ പ്രിൻസിപ്പാൾ എന്നെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്ന അങ്ങ് ചെയ്താൽ മതി. സ്റ്റാർട്ട് മ്യൂസിക്. കണ്ടോ? ഇതുപോലെ കണ്ണിലും മുഖത്തുമൊക്കെ ഭാവങ്ങൾ വരണം. മനസ്സിലായോ? സോറി മാം, ഈ ഭാവങ്ങൾ എൻ്റെ മുഖത്ത് വരില്ല. അപർണ, what is this? അപ്പോൾ വെയിറ്റ്,